ഗുഡ് ഈവനിങ് എവരിവൺ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ല അബ്ദുൽ ഹാദി, ഇപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്, PM ശ്രീ വിഷയത്തിൽ എന്താണ് നിലപാടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ വ്യക്തമാണ്, നിലപാടുകൾ മാറുന്നില്ല. ഗവൺമെൻറ്റുകൾ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. പക്ഷേ നമുക്കൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാട് പറയാൻ കഴിയില്ലെങ്കിൽ നിലപാട് പറയുന്ന ആളുകളെ വിഡ്ഢികളാക്കാതിരിക്കുകയും അവരെ പരിഹസിക്കാതിരിക്കുകയും അവരെ തീവ്രവാദികളാക്കാതിരിക്കുകയും അത് ചെയ്യാലോ. മാഞ്ഞാലിയിൽ നോട്ടീസ് കൊടുത്തവരുടെ പേരിൽ തീവ്രവാദ കേസുണ്ടായപ്പോഴും മുസ്ലിങ്ങൾ ലവ് ജിഹാദ് ഉള്ളവരാണ് എന്ന് ഒന്നിലധികം അതിരൂപതകളോ അല്ല വലിയ വലിയ സഭകളോ കേരളത്തിൽ വളരെ ക്രിസ്തുവിനെ നാണം കെടുത്തുന്ന രീതിയിൽ സഭകൾ പ്രവർത്തിച്ചപ്പോഴും, അതുപോലെ പ്രക്ഷോഭത്തിൽ ഒന്നിലധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളുടെ സമയത്ത് ആ ജനങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട സമയത്ത് പറഞ്ഞപ്പോഴുമൊക്കെ കടുത്ത ഇസ്ലാമോഫോബിക്കായ പ്രസ്താവനകൾ ചെയ്ത ആളുകൾ എന്ന് മാത്രമല്ല, ആ ആളുകളെ അറ്റ്ലീസ്റ്റ് ഓൺ ചെയ്യാതിരിക്കാനെങ്കിലും കാണിക്കേണ്ട മാന്യത കാണിക്കാതെ പകരം അതിനെതിരെ അഭിപ്രായം പറഞ്ഞ ആളുകളെ തീവ്രവാദികളാക്കുകയോ നിലവാരമില്ലാത്താക്കുകയോ ആ അഭിപ്രായം പറയാൻ മാത്രം ക്വാളിറ്റി ഇല്ലാത്തവരാക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുകയോ അത്തരത്തിൽ ക്യാൻസലിംഗ് കൾച്ചറിലേക്ക് വരികയോ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന അധസ്ഥിത അധികൃത ആളുകളുടെയും മുസ്ലിങ്ങളുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും ഏജൻസിയെ ക്യാൻസൽ ചെയ്യുന്ന തരത്തിലേക്ക് നെഗേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയോ ചെയ്യുന്ന സാമൂഹികമായ അവസ്ഥയെ വിപാടനം ചെയ്യുന്നതിന് പകരം സാമൂഹികമായ ഐഡൻറ്റിറ്റിയെ ക്രഷ് ചെയ്യാനോ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യാനോ ശ്രമിക്കുന്ന ഗവൺമെൻറ് ആണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല ചെയ്തത്, പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഭരണപരമായ പരാജയങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെയൊന്നും സാധാരണ നിലക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ നൂലിഴ കീറി പരിശോധിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയപരമായ പ്രസ്താവനകളെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ഇപ്പം എന്താ അബ്ദുൽ ഹാദിയെ നിലപാട് മാറ്റമില്ല. ഹിന്ദുത്വ തീവ്രവാദവും മുസ്ലിം തീവ്രവാദവും രണ്ടും പരസ്പര പൂരകമല്ല. മുസ്ലിം തീവ്രവാദം ഉണ്ട് എന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഹിന്ദു തീവ്രവാദം വളർത്തിക്കൊണ്ടുവരുന്നത്. അത് മുസ്ലിം തീവ്രവാദം ഇവിടെ ഉണ്ടാവുന്നതിൻ്റെ എത്രയോ മുമ്പുണ്ട് എന്ന് മാത്രമല്ല, സ്കെയിൽ വളരെ കൂടുതലാണ്. ഇനി ജനസംഖ്യയാണ് കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും JCB തകർക്കുന്നതും 40-ലധികം ആളുകൾ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതൊന്നും അതൊന്നും ഒരിക്കലും എങ്ങനെയും ഇതിന് പകരമാണ് മറ്റേതെന്ന് എങ്ങനെ നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയില്ല. ചെറിയ കുട്ടികളെ ഇരുമ്പ് കയറിൽ തൂക്കി കൊന്നിട്ട് അതിൻ്റെ താഴെ തീ കത്തിച്ച് കൂട്ടി കൊന്നത് ലോകത്ത് വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിലപാടെന്താണ് വളരെ കൃത്യമാണ്. പഴയ നിലപാട് തന്നെയാണ്. നിലവാരം മാറിയിട്ടൊന്നുമില്ല. നമ്മൾ ഗവൺമെൻറ്റുകൾ കൂടെ കൂട്ടാൻ കഴിയില്ലെങ്കിൽ എതിർത്ത് ഇല്ലാതാക്കാതിരിക്കുക, അതേ പറയാനുള്ളൂ. എല്ലാ ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എല്ലാ ജനങ്ങളെയും നമുക്ക് എല്ലാ കാലത്തും കൂടെ നടക്കണം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ എന്ത് ചെയ്യണം, അഭിപ്രായം പറയുന്ന ആളുകളുടെ വിഡ്ഢികളാക്കാതെ അവരെക്കാൾ അവർക്കൊന്നും ക്വാളിറ്റി നമുക്ക് മാത്രം ഉണ്ടെന്ന് പറയാതെ ഇസ്ലാമോഫോബിയയിൽ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ജാതിക്കോ മാത്രം അധീശത്വം കിട്ടുന്ന സമയത്ത് ആ ജാതിയിലോ മതത്തിൽപ്പെട്ട ആളുകൾ മറ്റ് ജനങ്ങളുടെ ഏജൻസിയെ ക്യാൻസൽ ചെയ്യാതിരിക്കുക, നെഗറ്റ് ചെയ്യാതിരിക്കുക. പുഴ ഇനിയും ഒഴുകും, കാലം ഇനിയും മാറും, പക്ഷേ ന്യായവും നീതിയും സത്യവും മാറില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ എങ്ങനെ ജനങ്ങളോട് അഭിപ്രായം പറഞ്ഞവരെ ഞങ്ങളെങ്ങനെ പെരുമാറി അല്ലെങ്കിൽ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മളെന്ത് പ്രചരിപ്പിച്ചു എന്നാണ്. നമ്മൾ ചില മണ്ടത്തരം വൃത്തികേട് കാട്ടിയിട്ടുണ്ടാകാം, പക്ഷേ അതിനെതിരെ അഭിപ്രായം പറഞ്ഞവരെ നമ്മൾ ക്രൂരമായി നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. ആ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരുടെ ഏജൻസി നിങ്ങൾക്ക് വിട്ടുതരാൻ അവർ തയ്യാറല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.